ഇപ്പം ഇത്ര നമ്മൾ പഠിച്ചല്ലോ. അപ്പം ഇതൊക്കെ ഓരോന്ന് പറഞ്ഞു തന്നു. ഇതെന്താ? റസർ ഫുട്ട്. ഓക്കെ. ഇതിൻ്റെ അടിയിലത്തെ ഈ പല്ല് പോലെ ഇരിക്കുന്ന ഫീഡ് ഡോഗ്. ഈ സാധനം ത്രോട്ട് പ്ലേറ്റ്. ഓക്കെ. പിന്നെ ഇതെന്താ? എന്തോ റെഗുലേറ്റർ. നമ്മൾ എന്തോ ചെയ്യുന്നത്? അപ്പം സ്റ്റിച്ച് റെഗുലേറ്റർ. ഓക്കെ. ഇതെന്താണ്? ഇത് ഇങ്ങനെ പ്രസ് ചെയ്യും, അതുപോലെ പ്രസ് ചെയ്യും. അതെന്താണ്? നമ്മൾ ബാക്കിലോട്ട് സ്റ്റിച്ച്, അത് ഓർത്താൽ മതി. അപ്പം ബാക്കിലോട്ട് സ്റ്റിച്ച് കൊടുക്കുക. അപ്പം ആ റിവേഴ്സ് ഇതിലോട്ട് സ്റ്റിച്ച് റിവേഴ്സ് സ്റ്റിച്ച് എന്ന് കുറഞ്ഞാലും മതി. ഇല്ലെങ്കിൽ ബാക്കിലോട്ട് സ്റ്റിച്ച് കൊടുക്കുക. അപ്പം ബാക്ക് സ്റ്റിച്ച് ഒരേ ഇതാണ്, ഫങ്ഷനാണ് ഇതിൻ്റെ. ഈ മെഷീൻ്റെ ഇതാണ് ബാക്ക് സ്റ്റിച്ചിങ്. ഇത് സ്റ്റിച്ച് റെഗുലേറ്റർ. കേട്ടോ. അപ്പം അതെല്ലാം പഠിച്ചല്ല, അത്രയും പഠിച്ചു. ഓക്കെ. വേറെ ഇനി അടുത്ത് നമ്മൾ ഷട്ടിലാണ് പറഞ്ഞത്. ഷട്ടില് ഈ സാധനം എന്ന് പറയും, ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ടേബിളാണ്. മനസ്സിലായി? ഈ മെഷീൻ്റെ ഒരു ടേബിൾ നമുക്കിത് ഊരി എക്സ്റ്റൻഷൻ ടേബിൾ പോലത്തെ ഒരിതാണ്. മനസ്സിലായി? ഇത് ഈ മെഷീൻ ഓൾറെഡി നമ്മൾ ടേബിൾ ടോപ്പ് മെഷീൻ എന്നാണ് പറയുന്നത്. നമുക്ക് എവിടെ വേണേലും എടുത്ത് ഒരു ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവച്ച് നമുക്ക് തയ്ക്കാൻ പറ്റും. മനസ്സിലായി? ഇതിന് വേറെ സ്റ്റാൻഡോ ഒന്നും വേണ്ട. ഇതാണ് ഇത് നോക്ക്. ഇത് നോക്കി. അപ്പം ഇതാണ് ഷട്ടിൽ എന്ന് പറയുന്ന പാർട്ട്. മനസ്സിലായല്ലോ? ഷട്ടിൽ ഇതാണ്. ഓക്കെ. അപ്പം ഇത് കണ്ട, ഇതിന് 2 സ്ക്രൂ ഇത് കണ്ടില്ലേ? അപ്പോൾ അത് ക്ലാമ്പ് പോകും. അപ്പോൾ അത് ഇതിനെങ്ങോട്ടും മാറ്റിയാൽ നമുക്ക് ഇതെല്ലാം ഊരാം. മനസ്സിലായി? ഇതെല്ലാം നമുക്ക് ഊരാൻ സാധിക്കും. ഇത് സ്ക്രൂ അത് സ്ക്രൂ ഇത് അതെ, ഇത് ഇതിനകത്ത് നിന്ന് ഇപ്പം കംപ്ലീറ്റ് നമുക്ക് ഊരാം. ഷട്ടിൽ കേസ് ഇത് കണ്ട. ഈ ഷട്ടിൽ ഊരണമെങ്കിൽ അങ്ങനെ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് കണ്ട, ഇത് കണ്ട, ഇത് ഇടുന്നത് അതിങ്ങനെ കണ്ടോ? കണ്ടോ? ലോക്കായി. ഇത് ലോക്ക്. ഇത് ഇങ്ങനെ മനസ്സിലായി? അപ്പം ഇത് ഇടുന്ന മനസ്സിലായി? ഇത് ഇടുന്ന ഇത് ഇടുന്ന ഇങ്ങനെ ഇട്ടു. അപ്പം ഊരണമെങ്കിൽ നമ്മൾ ഇത് ലിഫ്റ്റ് ചെയ്ത് ലിഫ്റ്റ് ചെയ്തിട്ട് ഊരും. ഓക്കെ. അപ്പം ഇത് കണ്ടോ? ഇതെല്ലാം എടുത്തു. ഇതാണ് ഇതിൻ്റെ ഷട്ടിൽ. ഇത് ബോബൻ കേസ്. ബോബിന് മുറിച്ചിട്ട് കേട്ടാ. അതൊക്കെ അറിയാമല്ലോ. അപ്പം ഇത് ഇനി തിരിച്ച് ഷട്ടിൽ കേസ് നമ്മൾ ബോബിൻ കേസ്, ബോബിന്. ഓക്കെ. ഇനി നമുക്ക് ഈ ഷർട്ടിനെ ഞാൻ റീപ്ലേസ് ചെയ്യാം. അപ്പം ഇവിടെയൊക്കെ കണ്ട, ഇപ്പം ഈ നൂലൊക്കെ ഇവിടെ കയറി നമുക്ക് ജാമായിട്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ ഇതുപോലെ ഊരിയിട്ട് ആ നൂലൊക്കെ എടുത്ത് കളഞ്ഞിട്ട്, മനസ്സിലായോ? എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഇത് ക്ലിയർ ചെയ്ത് ഇടാൻ പറ്റും. കേട്ടോ. ആദ്യമേ നമ്മൾ ഇടേണ്ടത് ഇതാണ് ഇടേണ്ടത്. ഇതിടണം. ഇത് നമ്മൾ നോക്കി കറക്റ്റ് ചെയ്ത ഇതിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇട്ട് ഇത് ഈ ഉപ്പ് കണ്ടോ? അത് ഇവിടെ ഇത് 2 ഇവിടെ വന്നു. മനസ്സിലായി? ഇതെല്ലാം എന്നിട്ട് ഇത് ലോക്ക് ചെയ്യുക. ഇതും ലോക്ക് ചെയ്യുക. പിന്നെ നമുക്ക് ബോബിനിട്ടിട്ട്
ബോബിൻ എപ്പോഴും നമ്മൾ ഈ ഒരു അടിയിൽ ഇങ്ങനെ നൂല് വരുന്ന, നമ്മളിപ്പോൾ നോക്കത്തില്ല, നമ്മളിങ്ങനെ ഇടുന്ന നല്ലതാണെന്ന്. വേണ്ട, ഈ വെട്ടി കൂടെ ഇതിലെ കൂടെ കൊണ്ടുവന്ന് ഈ വെട്ടി, അതൊക്കെ അറിയാമല്ലോ. സെൻറ്ററിൽ കൊണ്ടുവന്നു ഇനി നമുക്ക് ഈ ഇത് ഇവിടെ വരത്തക്ക ഇത് കണ്ട, ഈ ഹോളുകൾ ഇത് കണ്ട, അത് അവിടെ വരത്തക്ക രീതി വേണം. ഇത് അവിടെ അതെ അതെ വേണ്ട വേണ്ട, ഇതിൻ്റെ ലിഫ്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്തപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവുന്നില്ല. അപ്പം അവിടെ നിൽക്കുക. ആ ഹോളിന് ആ വെട്ടിൻ്റെ ഈ വെട്ടിൻ്റെ അവിടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. അപ്പം ഷർട്ടിൽ ഏതാണ്? ഈ പാട്ടിന്, ഈ ഫുൾ പാട്ടിന് ബോബിൻ കേസ് കൊണ്ട് ഇടുന്ന പാട്ട് അവിടെ ഇവിടെ ഷർട്ടിലാവും. ഓക്കെ, അത് അപ്പം അതിനകത്ത് അപ്പം നമ്മൾ പഠിച്ചല്ലോ. അപ്പം ബെഡ് എന്ന് പറയുമ്പോൾ ലോ പോർഷൻ ഓഫ് ദ മെഷീൻ ദാറ്റ് സ്റ്റാൻഡ്സ് അണ്ടർ വിച്ച് ദ മെക്കാനിസം ഫോർ ഹാൻഡ്ലിംഗ് ലോവർ ത്രെഡ് ഇൻക്ലൂഡിങ് ദ ഷട്ടിൽ ആൻഡ് ഫീഡ് ആർ മൗണ്ടഡ്. മനസ്സിലായി? പിന്നെ ബോബിൻ എ സ്മോൾ മെറ്റൽ ഓർ പ്ലാസ്റ്റിക് സ്പൂൾ ദാറ്റ് ഹോൾഡ്സ് ദ ലോവർ ത്രെഡ് സപ്ലൈ. ബോബിൻ്റെ ലോവർ ത്രെഡ് വരുന്ന നൂല് ചുറ്റുന്ന അതിനാ ബോബിൻ എന്ന് പറയുന്നത്. അപ്പം ബോബിൻ ഇടുന്ന കേസിനാണ് ബോബിൻ കേസ്. മെറ്റൽ കേസ് ദാറ്റ് ഹോൾഡ്സ് ദ ബോബിൻ, ഇറ്റ് ഹാസ് ദ ടെൻഷൻ സ്പ്രിംഗ് ദാറ്റ് കൺട്രോൾസ് ദ പ്രഷർ ഓൺ ദ ബോബിൻ ത്രെഡ്. അതിനകത്തൊരു സ്ക്രൂ പോലെ മേളിൽ കാണുന്നില്ലേ, അത് നമുക്ക് ടൈറ്റ് ചെയ്യുകയോ ലൂസാക്കുകയോ ചെയ്താൽ ആ ത്രെഡിൻ്റെ ഫ്ലോ നമുക്ക് കറക്റ്റ് ചെയ്യാം. ത്രെഡ് ലോവർ ത്രെഡ് ഇപ്പം ഭയങ്കര ടൈറ്റ് ആണെങ്കിൽ നമ്മൾ ആ സ്ക്രൂ ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക. ലോവർ ത്രെഡ് ലൂസായിട്ട് അടിയിൽ ത്രെഡ് സ്റ്റിച്ച് വരുന്നതെങ്കിൽ ആ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം അതിൻ്റെ പ്രഷർ കൺട്രോൾ ചെയ്യുന്ന ആ സ്ക്രൂ ആണ്. ആ ത്രെഡ് വരുന്നതിൻ്റെ ആ ഒരു ഫ്ലോ, അതിൻ്റെ ആ പ്രഷർ, ആ സ്ക്രൂ, ആ കുഞ്ഞ് സ്ക്രൂ ബോബിൻ വെച്ച് തന്നെ, അത് മറ്റേ സ്റ്റീലിൻ്റെ ഇത് വെച്ചിട്ട് ചെയ്യാം. അതിനകത്ത് നമുക്ക് ആ സ്ക്രൂവിൽ നമുക്ക് ഫിറ്റാവുന്ന ആണെങ്കിൽ നമുക്ക് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. പിന്നെ ബെറ്റർ നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ അതിനകത്തുണ്ടല്ലോ, അതാണ് ബെറ്റർ.